Hi friends, welcome back to our channel Nichu's and Ammu's World. ഇന്നലെ ഞങ്ങളുടെ MIP സ്കൂൾ കുറ്റ്യാടിയിൽ നടന്ന ഒരു പ്രതിഭാ സംഗമത്തിൽ നമുക്കേവർക്കും പ്രിയങ്കരനായ MP ഷാഫി പറമ്പിൽ നമ്മുടെ സ്വന്തം ഷാഫിക്ക പങ്കെടുത്തിരുന്നു. ആ പരിപാടിയുടെ കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തി ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷാഫിക്ക സ്കൂളിലെത്തുന്നതിന് മുമ്പ് പട്ടർമാർ വിന്നർ ഇസ്മായിൽ നാദാപുരം നമുക്ക് വേണ്ടി കുറച്ചു മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടും ആലപിച്ചു. കൂടെ 2 പാട്ടുകാരും ഉണ്ടായിരുന്നു. കൂടത്തുള്ളേലും മിനാട്ടി പാടി കുട്ടികളെ ഇളക്കി മറിച്ചു. അതിൻ്റെ കുറച്ച് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താം. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ തന്നെയാണ് കേട്ടോ. തിക്കും തിരക്കിനിടയിൽപ്പെട്ട് എടുത്ത വീഡിയോസാണ്. മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, ക്ഷമിച്ചേക്കണേ. ഞങ്ങളുടെ MIP സ്കൂളിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, എല്ലാവരും എത്തി നോക്കുന്നത്. PTA പ്രസിഡന്റ് സക്കീർ മാഷൊക്കെ കയറുന്നത് കണ്ടില്ലേ. സജി ചേച്ചി അതാ എല്ലാവരും കയറി സ്റ്റേജിൽ കയറി നോക്കുന്നത് കണ്ടില്ലേ. ഏവർക്കും പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഷാഫിക്കെ? നമ്മളുടെ പൊന്നാരല്ലേ, നമ്മളുടെ സ്വന്തം വടകരയുടെ മുത്തല്ലേ ഷാഫിക്ക? ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഷാഫി പറമ്പിൽ അവരുടെ വേദിയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കട്ടെ.
പബ്ലിക് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായത് മുതലേ എൻ്റെ ആശയാണ് ഷാഫിക്കയെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അത് സാധിപ്പിച്ചെന്ന MIPയിലെ എല്ലാ മാഷന്മാർക്കും ടീച്ചർമാർക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നന്ദി പറയുകയാണ്. എന്നേക്കും സൂക്ഷിക്കാനായി ഞാൻ ഷാഫിക്കയുടെ കൂടെ ഒരു സെൽഫിയും എടുത്തു. ആ സെൽഫി എടുക്കുന്ന സമയം എനിക്ക് വളരെ സന്തോഷമുള്ള സമയമായിരുന്നു. അതുപോലെ എന്നെ കൊണ്ടാവും വിധം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പും വാക്കും പറയാൻ ഏറ്റവും നന്നായി കുട്ടികൾ വരുന്ന സ്കൂളുകളിൽ ഒന്നാണ് ഈ സ്കൂൾ എന്ന് പറയാൻ. കുറെ പരിമിതികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഒറ്റയടിക്ക് മുഴുവൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവാനും പോകില്ല എന്നും അറിയാം. എന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തുന്നവരുടെ പട്ടികയിൽ ഞാനും ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ സംഗമത്തിൽ എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായൊരു പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ പണം ഒരു മാനദണ്ഡമാകാതെ എന്റെ കുട്ടി പഠിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടിലെ സാധാരണക്കാർക്ക് അവരുടെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള നമുക്ക് വിശ്വസിക്കാവുന്നതും വിശ്വസിക്കേണ്ടതുമായിട്ടുള്ള ഇടമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അവിടെ കുട്ടികൾ പഠിക്കുമ്പോ മറ്റുള്ള സ്കൂളുകളോ സൗകര്യങ്ങളോ അതൊക്കെ കാണുമ്പോ അവിടെ കുട്ടികളെ അയക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രയാസം വേണ്ട. കുട്ടികളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ തോത് തീരുമാനിക്കുന്നത് പലപ്പോഴും സൗകര്യങ്ങൾ മാത്രമായിരിക്കില്ല. ആ കുട്ടികൾ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാലയളവിൽ അവർ അതിജീവിക്കുന്ന, അവർ കാണുന്ന, അവര് ചുറ്റുപാടിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരുടെ വിജയത്തിന് ഒരു വലിയ കാരണമായി പിൽക്കാലത്ത് മാറുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. മാനസികമായും ശാരീരികമായും ഒരു പൊതു ഇടത്തിൽ ജീവിച്ച് വളർന്നു വരുന്നതിന്റെ പരിചയവും അതിന്റെ ആത്മവിശ്വാസവും ചെറിയ ചെറിയ തിരിച്ചടികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോകാതെ അതിന്റെ മുന്നിൽ പ്രതികരിക്കാൻ ശക്തിയുള്ള ശേഷിയുള്ള മക്കൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം. ജീവിത വിജയത്തിന്റെ കാര്യത്തിൽ സൗകര്യങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത് എന്നൊരിക്കലും കരുതരുത്. ഞാൻ പാലക്കാട് ഒരു ഉദാഹരണം പറയാം. പാലക്കാട്ട് ഒരു പെൺകുട്ടി അതിങ്ങനെ എന്താ പറയാ മെലിഞ്ഞ് കൊല്ലുന്നതിനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളില്ല. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ കൂലിപ്പണിക്കാരിയാണ്. എല്ലാ ദിവസവും രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനും കൂലിപ്പണിക്ക് പോകുന്ന അമ്മയും കണ്ടിട്ട് ആ കുട്ടി അവിടുത്തെ ഒരു പൊതുവിദ്യാലയത്തിലാണ് അതിന്റെ വിദ്യാഭ്യാസ കാലയളവ് പൂർത്തിയാക്കിയത്. ആ വിദ്യാഭ്യാസ കാലയളവിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് കഴിവുകളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ കഴിവെന്ന് പറയുന്നത് സ്പോർട്സിലായിരുന്നു. ഈ മെലിഞ്ഞ് കുരുതനെയുള്ള കുട്ടിക്ക് പോഷകാഹാര കുറവും പ്രൊഫഷണൽ എക്യുപ്മെന്റ്സിന്റെയും ഉപകരണങ്ങളുടെയും കിറ്റിന്റെ എല്ലാം കുറവുണ്ടായിരുന്നു. വലിയ സൗകര്യങ്ങളിലൂടെ എല്ലാ കുട്ടിയും മുന്നോട്ട് പോയി. ആ കുറവുകളൊക്കെ ഉള്ളപ്പോഴും ആ കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തെ, പാഷനെ, കഴിവിനെ ആ കുട്ടിയും അതിന്റെ രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം വരുന്ന തുച്ഛമായ തുക കൊണ്ട് അതിന് ട്രാക്ക് സൂട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയും. അത് വലിയ കമ്പനികളുടെയോ ബ്രാൻഡിന്റെയോ ഒന്നും ആയിരുന്നില്ല. സാധാരണ ഓടാൻ പറ്റുന്ന ഒരു സാധനം. ആ കുട്ടി സ്കൂൾ മീറ്റിൽ നന്നായി പ്രകടനം നടത്താൻ തുടങ്ങി. സബ് ജില്ലയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജില്ലയിൽ നിന്ന് സംസ്ഥാന തലങ്ങളിലേക്ക് മത്സരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പോകുമ്പോൾ പോലും വളരെ ലിമിറ്റഡ് സൗകര്യങ്ങൾ കൊണ്ടാണ് ആ കുട്ടി പോയത്. അവസാനം അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുത്ത സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ആ കുട്ടി മെഡൽ നേടുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ദേശീയ ഗെയിംസിൽ മെഡൽ നേടുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഏഷ്യന്റെ മീറ്റിലും ഏഷ്യൻ ആഫ്രിക്കൻ മീറ്റിലും ഒക്കെ ആ കുട്ടി ഖത്തറിന്റെയും സൗത്ത് ആഫ്രിക്കയുടെയും കെനിയയുടെയും ഒക്കെ താരങ്ങളെ 800 മീറ്ററിലും 1500 മീറ്ററിലും പിന്തള്ളി 6ാം സ്ഥാനത്തുള്ള കുട്ടി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോ 5ാം സ്ഥാനത്ത് വന്ന് പിന്നെ 4-ലെത്തി, പിന്നെ 3-ലെത്തി, പിന്നെ 2-ലെത്തി അവസാനം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വർണം നേടിയ PU ചിത്ര എന്ന് പറയുന്ന കൊച്ചു മിടുക്കി. ആ മിടുക്കി വളർന്നു വന്നത് ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നാണ്. ആ ചിത്രക്ക് ഒരു സമ്മാനം കിട്ടിയ അവസാനം സമ്മാനം കിട്ടിയ ഒരു വാഹനം നോക്കുമ്പോ ആ വാഹനം ആ കുട്ടിയുടെ വീട്ടിലേക്ക് കയറില്ല. അതിനുള്ള സൗകര്യമില്ല. ഇടവഴിയിലൂടെ വീട് എത്തുന്ന കുട്ടിക്ക് എവിടെയാ വാഹനം കയറാനുള്ള സൗകര്യം?
ഒരു വാഹനം കയറാനുള്ള സൗകര്യം ഒന്നുമില്ലാത്ത, ഒരു വാഹനമില്ലാത്ത, ബസ്സിലല്ലാതെ മറ്റൊരു വാഹനത്തിലും സ്കൂൾ കാലത്തിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞു മിടുക്കിയുടെ വിജയത്തെ നിശ്ചയിച്ചത് സൗകര്യങ്ങളല്ല, നിശ്ചയദാർഢ്യമായി. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നു, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, ഇത്രയും കുട്ടികളോട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇവിടുത്തെ അധ്യാപകർ വളരെ സിൻസിയറായി കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ മനസ്സുള്ളവരാണ് എന്നുള്ള ഒരു നല്ല സന്ദേശം. രണ്ട്, ഇവിടുത്തെ PTA അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ള സന്ദേശം. അതിനേക്കാൾ ഉപരി മക്കളെ ഇവിടേക്ക് അയക്കാൻ ആത്മവിശ്വാസമുള്ള ഇവിടുത്തെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവരോടും ഞാൻ ഈ നാടിന് വേണ്ടി നന്ദി അറിയിക്കണം. നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊക്കെ അമ്പലങ്ങൾ ഇഷ്ടമാണ്, നമുക്കൊക്കെ പള്ളികൾ ഇഷ്ടമാണ്, നമുക്കൊക്കെ ചർച്ചുകൾ ഇഷ്ടമാണ്. പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും ഈ നാടിന് എന്ത് സംഭാവന നൽകുന്നു, അതിനേക്കാൾ സംഭാവന നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ ഈ നാടിന് നൽകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ തലമുറ ജാതിയുടെയും മതത്തിന്റെയും ധൈര്യം കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്കുണ്ടാവുന്ന ഞങ്ങളും ഈ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇടപെടലുകൾ നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജമീല ടീച്ചർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ NP ഷക്കീർ അവർക്കും, പ്രിയങ്കരിയായ SRG കൺവീനർ V അപർണ അവർക്കും, അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് OT നഫീസ അവർകൾ, പ്രിയപ്പെട്ട PM അബ്ദുറഹ്മാൻ, KK ഷമീന അവർകൾ, AC അബ്ദുൽ മജീദ്, സബിന മോഹൻ, KP അബ്ദുൽ മജീദ്, VK റഫി, ശ്രീജേഷ് ഉടൽ, സജിമോൾ, ജമാൽ കുറ്റ്യാടി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാസർ തൈമകൻ, സുരേഷ് മാഷ് ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രിയപ്പെട്ട ബഹുമാന്യരായ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി സാജിദ് മാഷ്, ബഹുമാന്യരായ അധ്യാപകന്മാർ, അനധ്യാപക ജീവനക്കാർ, രക്ഷിതാക്കൾ, കുഞ്ഞു കൂട്ടുകാർ, നാടിനു വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷികളായി വന്നവർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, മൈക്ക് കൊണ്ടുവന്ന ഫോട്ടോ എടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇത് എന്റെ ഈ സ്കൂളിലേക്കുള്ള അവസാനത്തെ വരവായിരിക്കില്ല എന്നുള്ള ഉറപ്പുകൂടെ ഞാൻ പറയുന്നു. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യും എന്നുള്ളത് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഷാഫി പറമ്പിന്റെ ഛായാചിത്രം സമർപ്പിക്കുന്നു. PTA പ്രതിനിധികൾ. PTA കമ്മിറ്റിക്ക് വേണ്ടി ഷാഫി പറമ്പിൽ മനോഹരമായ ഛായാചിത്രം വരച്ചിരിക്കുന്നത് നമ്മുടെ PTA അംഗം PM സെറീനയുടെ മകളാണ്. FIUP സ്കൂളിന്റെ നിവേദനം കമ്പ്യൂട്ടറിലാണ്.
ആസ്വദിച്ച് പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഫോണിൻ്റെ ഒളിക്കണ്ണുകൾ എൻ്റെ നേരെ വന്നു. എൻ്റെ അടുത്തിരിക്കുന്ന അവനാണ് എൻ്റെ ക്ലാസ്സിലെ സുഹൃത്ത് നാസിൻ. ആബാൻ, നവോദയ് എന്നൊക്കെയുള്ള കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്കും പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.